അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ മുർസലാത്ത് 32, 33, 34 സൂക്തങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നഹ തീർച്ചയായും അത് തർമി വിതറിക്കൊണ്ടിരിക്കും, എറിഞ്ഞുകൊണ്ടിരിക്കും, ബി ഷററിൻ തീപ്പൊരികൾ, കൽ ഖസ്ർ വലിയ കെട്ടിടം പോലെ, ക അന്നഹു അതേതുപോലെയുണ്ട്, ജിമാലത്തുൻ ഒട്ടകങ്ങളെ പോലെ, സുഫർ കടും മഞ്ഞ നിറത്തിലുള്ള, വൈലുൻ കൊടിയ നാശമാണ് യൗമൈദിൻ അന്നാളിൽ, ലിൽ മുക്കദ്ദിബീൻ സത്യനിഷേധികൾക്ക്. അത് കൂറ്റൻ കെട്ടിടം പോലെ തോന്നിക്കുന്ന തീപ്പൊരി വിതറിക്കൊണ്ടിരിക്കും. അത് കടും മഞ്ഞയുള്ള ഒട്ടകങ്ങളെ പോലെയായിരിക്കും. അന്നാളിൽ സത്യനിഷേധികൾക്ക് കൊടിയ നാശം. സൂക്തത്തിൽ ലഹബിനെ കുറിച്ച്, തീജ്വാലയെക്കുറിച്ച്, തീനാളത്തെക്കുറിച്ച് അള്ളാഹു പരാമർശിച്ചു. ആ തീനാളത്തിൻ്റെ ഭീകരമായ അവസ്ഥയാണ് ഈ സൂക്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്നഹ തീർച്ചയായും അത് എന്നതുകൊണ്ട് ഉദ്ദേശം തീയാണ്. ജ്വാലയുണ്ടെങ്കിൽ, പുകയുണ്ടെങ്കിൽ അനിവാര്യമായും തീ ഉണ്ടായിരിക്കണം. ആ തീ സാധാരണ തീയല്ല, കോട്ട കണക്കെ ഭീമാകാരമായ തീയായിരിക്കും. ആ തീപ്പൊരികൾ പൊട്ടിത്തെറിച്ച് നാല് പാടും ചിതറുമ്പോൾ വലിയ മഞ്ഞ ഒട്ടകങ്ങളെ പോലെ തോന്നിക്കും. ഇവിടെ ഷറർ തീപ്പൊരിയെ അള്ളാഹു ഖസ്ർ കൊട്ടാരത്തോടാണ്, വലിയ സൗധത്തോടാണ് ഉപമിച്ചത്. തീജ്വാലയുടെ വ്യാപനത്തെയും വലിപ്പത്തെയും സൂചിപ്പിക്കാനാണ് അള്ളാഹു അങ്ങനെ ഒരു ഉപമ നടത്തിയത്. ശേഷം മഞ്ഞ ഒട്ടകങ്ങളെ പോലെ എന്ന് അള്ളാഹു ഉപമിച്ചത് അതിൻ്റെ വർണ്ണത്തെ കൂടി സൂചിപ്പിക്കാനാണ്. സുഫുർ എന്നാൽ മഞ്ഞ. പുകയുടെ മറവിൽ ജ്വാലയുടെ ദൃശ്യം അഴുക്കു പുരണ്ട മഞ്ഞ നിറത്തിലുള്ള ഒട്ടകങ്ങളെ പോലെ തോന്നിക്കും എന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഉപമ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്. കോട്ട പോലെ, ഒട്ടകക്കൂട്ടങ്ങളെ പോലെ എന്ന പരാമർശങ്ങൾ ആ തീജ്വാലകളുടെ വലിപ്പത്തെയും അതുൾക്കൊള്ളുന്ന നരകത്തിൻ്റെ ഭീകരതയെയും വ്യക്തമായി അടയാളപ്പെടുത്തുന്നുണ്ട്. ആ നരകമാകുന്ന യാഥാർത്ഥ്യത്തെ നിഷേധിച്ച് മുന്നോട്ട് പോകുന്ന, പരലോകത്തെ തള്ളിപ്പറഞ്ഞ് മുന്നോട്ട് പോകുന്ന മുക്കദ്ദിബീങ്ങൾക്കാണ്, നിഷേധികൾക്കാണ് വൈലുൻ സർവനാശം. അഞ്ചാമതാണ് ഇതേ സൂക്തം അള്ളാഹു ഈ അധ്യായത്തിൽ ആവർത്തിക്കുന്നത്. ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 3 അക്ഷരങ്ങൾ ശ്രദ്ധയോടെ ഉച്ചരിക്കുക. ذال 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 صاد 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 قاف قاف قاف. ഇന്നഹ കഅന്നഹു രണ്ടിടത്തും നൂന് ഇരട്ടിച്ച് വന്നിരിക്കുന്നു. രാഗത്തോടെ അഥവാ മണിച്ചു ഓതുക. ഷററിൻ കൽ ഖസ്, റാഇന് തൻവീൻ ശേഷം കാഫ്, ജിമാലത്തുൻ സുഫർ, താഇന് തൻവീൻ ശേഷം സ്വാദ്. സുക്കൂണുള്ള നൂനിനോ തൻവീനിനോ ശേഷം കാഫോ സ്വാദോ വന്നാൽ അവിടെ മറച്ച് മണിക്കണം, ഇഖ്ഫാ. വൈലുയ്യ, ലാമിന് തൻവീൻ ശേഷം യാ കൂട്ടിച്ചേർത്ത് മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. യൗമ ഇദില്ലിൽ, ദാലിന് തൻവീൻ ശേഷം ലാമ് കൂട്ടിച്ചേർത്ത് മണിക്കാതെ ഓതുക, ഇദ്ഗാം ബിലാ ഗുന്ന. إنها ترمي بشرر كالقصر إنها ترمي بشرر كالقصر كأنه جمالة صفر كأنه جمالة صفر ويل يومئذ للمكذبين ويل يومئذ للمكذبين. നരകമെന്ന മഹാവിപത്തിൽ നിന്നും അള്ളാഹു നമ്മയെല്ലാം കാത്ത് രക്ഷിക്കുമാറാവട്ടെ.